ദുർഘടമായ മേഖലകളിൽ സേനാംഗങ്ങൾ നടത്തിയ തെരച്ചിലിൽ അവിടെ ഒരു 3 മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. സന്നദ്ധ പ്രവർത്തകർ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടി. പക്ഷേ അത് എയർലിഫ്റ്റ് ചെയ്യണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് അധികൃതർ പറയുന്നുണ്ടായിരുന്നു. ഇന്നും ഈ മേഖലയിൽ തെരച്ചിൽ നടക്കുന്നുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണ ഉറപ്പാക്കുമോ? മാധു, അധികൃതർ വിശദീകരിക്കുന്ന പ്രകാരം ഈ ദുർഘടമായ സ്ഥലത്ത്, അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗം, അത് അതിദുർഘടമായ സ്ഥലമാണ്. സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് കൃത്യമായി ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചേർന്ന് തിരച്ചിൽ നടക്കുക അസാധ്യമായ വളരെ വെല്ലുവിളി നിറഞ്ഞ സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ഏതായാലും സന്നദ്ധ പ്രവർത്തകരെ അവരുടെ സഹായം തേടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. ഇന്നും നാളെയുമാണ് ഈ മേഖല മുതൽ ഈ ചാലിയാറിൻ്റെ തീരത്ത് വളരെ സജീവമായുള്ള തെരച്ചിൽ, അതായത് നമ്മൾ ഈ ദുരന്ത മേഖലയിൽ ജനകീയ തിരച്ചിൽ എന്ന് പറഞ്ഞതുപോലെ ചാലിയാറിൻ്റെ തീരത്ത് ഇന്നും നാളെയും ജനകീയ തിരച്ചിൽ നടത്തുക എന്നതാണ്. അതിലും അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ എയർലിഫ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇവർ അറിയിക്കുന്നത് അധികൃതർ ഏതായാലും. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ കണ്ടത്, മിനിഞ്ഞാന്നും ആ മേഖലയിൽ നിന്ന് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ, അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 3 എണ്ണവും കണ്ടെത്തിയിരുന്നു. പക്ഷേ എയർലിഫ്റ്റിങ്ങിൻ്റെ ഒരു സാധ്യത ആദ്യ മണിക്കൂറിൽ ഉണ്ടായിരുന്നില്ല. മിനിഞ്ഞാന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൊട്ടടുത്ത ദിവസം ഇന്നലെയാണ് എയർലിഫ്റ്റ് ചെയ്തിരുന്നത്. ഇന്നലെ കണ്ടെത്തിയവ എയർലിഫ്റ്റ് ചെയ്തതുമില്ല എന്നതാണ്. മറിച്ച് കണ്ടെത്തിയ സന്നദ്ധ പ്രവർത്തകരത് പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ പൊതിഞ്ഞ് കാൽനടയായി തന്നെ ദുർഘട പാതയിലൂടെ മുകളിലേക്ക് വരികയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരിൽ ചിലർ ഉന്നയിച്ച ഒരു പരാതി എന്ന് പറയുന്നത്, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയുമായി മൃതദേഹം കണ്ടെത്തുന്നുണ്ട്, പക്ഷേ അത് തിരികെ കൊണ്ടുവരുന്നതിന് നമുക്ക് ഗ്ലൗസ് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്, ചില പ്ലാസ്റ്റിക് കവറുകളും അല്ലാതെ PPE കിറ്റൊന്നും ലഭിക്കുന്നില്ല എന്നൊരു പരാതി കൂടി സന്നദ്ധ പ്രവർത്തകരിൽ ചിലർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എല്ലാം പരിഹരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഭരണകൂടം പറയുന്നത്. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ദുർഘടമായ മേഖലകളിൽ സന്നദ്ധ സംഘടനകളെ, പ്രവർത്തകരെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ കൂടി വന്നിരിക്കുകയാണ്. ഏതായാലും ഇവിടെയൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ മണിക്കൂർ ഇത്രയും പിന്നിട്ടപ്പോഴും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒപ്പം അനശ്വര പറഞ്ഞതുപോലെ ഇന്നലെ അട്ടമലയിൽ നിന്ന് കണ്ടെത്തിയ ആ എല്ലിൻ കഷ്ണങ്ങൾ അത് മനുഷ്യരുടേതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗത്തിൻ്റെതാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അത് തിരിച്ചറിയാനും കഴിയുകയുള്ളൂ എന്നതാണ് സ്ഥിതി. ഏതായാലും അതിദുർഘടമായ എപ്പോഴാണ് പുറത്തുവിടുക? ആരാണ്? അതായത് മന്ത്രിമാരാരെങ്കിലും പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കുമോ, അതോ ഉദ്യോഗസ്ഥർ പുറത്തുവിടുകയാണോ, വാർത്താക്കുറിപ്പായി പുറത്തുവിടുകയാണോ? എന്താണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്? അതെ, മന്ത്രിതല ഉപസമിതി വയനാട്ടിൽ ഇന്നലെ പത്രസമ്മേളനത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം അറിയിച്ചത്. DNA സാമ്പിളുകൾ ഇന്നു മുതൽ പ്രസിദ്ധപ്പെടുത്തും എന്നതാണ്. അപ്പം തന്നെ 90 പേരുടെ DNA സാമ്പിൾ ക്യാമ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി മാച്ച് ചെയ്യുന്ന ആളുകളുടേതാണോ ഈ പരിശോധനാ ഫലങ്ങൾ എന്നതുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. അതായത് അല്പസമയത്തിനകം തന്നെ അത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ സമയമൊന്നും അറിയിച്ചിട്ടില്ല മാധു. ഇന്നുണ്ടാകും എന്ന് മാത്രമാണ് മന്ത്രി പറയുകയും ചെയ്തിരുന്നത്. അതുപോലെ